ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ ആണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്. കേക്ക് കട്ടിംഗ് സെറിമണി. അതിനുവേണ്ടി നമ്മുടെ പ്രിയതാരം കള്ളൻ രാജീവൻ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ച പ്രിയപ്പെട്ട ചാക്കോച്ചനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. 2 ദിവസം മുമ്പായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഞാൻ വിചാരിച്ചു ആരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ അത് ശരി വേറെ ആൻറ്റി ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇറ്റ്സ് ആൻ എൻ്റർലി സർപ്രൈസ്. ശരിക്കും മലയാള സിനിമയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ വേദിയിലുണ്ട്, സദസ്സിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും ചേർന്നിട്ട് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഈ ഒരു ജന്മദിനം ആഘോഷിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മലയാള സിനിമ 25 വർഷങ്ങൾ തികയുന്നു. ഈ ഒരു അവസരത്തിൽ ഈ ഒരു സ്നേഹത്തിനും ഈ ഒരു പ്രോത്സാഹനത്തിനും ഇനിയും മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും നല്ല ഊർജ്ജമായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല സിനിമകളിലൂടെ നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കൂടെയും സഞ്ചരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. ഇവിടെ വന്നവരോർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ ബർത്ത്ഡേ കുട്ടപ്പൻ്റെ പേരിൽ. താങ്ക് യു. ചാക്കോച്ചൻ്റെ പ്രിയ പത്നി പ്രിയ ചേച്ചിയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അമ്മയെയും ചാക്കോച്ചൻ്റെ അമ്മയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. അമ്മ വായോ. എൽ ജി സാറിൻ്റെ വൈഫ് പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ലേഖ ചേച്ചി. എൻ്റെ ഒരു മകൻ ഈസു ബോബൻ കുഞ്ചാക്കോ ഈ വേദിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ താല്പര്യപ്പെടുകയാണ്. എവിടെ മോനെ നിൻ്റെ അപ്പനാണോ വിളിക്കുന്നത്? വാ, ഓർഡർ ശരിക്കണോ? ഓ, മകൻ ചാക്കോച്ചൻ്റെ മകൻ 1000 കണ്ണുമായി എന്ന റിക്ഷയിൽ കയറിയിരിക്കുകയായിരുന്നു. ഈ സിനിമയുടെ അഭിനിവേശത്തിൽ ആ റിക്ഷയെ മറക്കാൻ ആ കൊച്ചുകുഞ്ഞിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ സിനിമയുടെ ഹാങ് ഓവർ തന്നെയാണ്. ഒരുപാട് സന്തോഷം. മനോഹരമായിട്ടുള്ള വിജയചിത്രം എന്നാ താൻ കേസുകൂടെ എന്ന ചിത്രത്തിൻ്റെ ആഘോഷത്തിൽ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ
ചാക്കോച്ചനും ഫാമിലിക്കും ബർത്ത്ഡേ വിഷസ്. ചാക്കോച്ചന് അതുപോലെ എന്തൊക്കെയോ ഒരു സാമ്യത ഈ മുഹൂർത്തത്തിന് കാണുന്നുണ്ട്. കാരണം ചാക്കോച്ചൻ ആദ്യമായിട്ട് അഭിനയിച്ച അനിയത്തിപ്രാവ്, അതിൻ്റെ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ ചേട്ടൻ്റെ പാട്ട് വീണ്ടും പുനർ ആവിഷ്കരിച്ചു. അത് 25-ാം വർഷം. അത് ബിജു നാരായണനും എല്ലാവരും കൂടെ പാടി. അത് സൂപ്പർ ഹിറ്റായി, പടം ഹിറ്റായി. ദാ സന്തോഷ് കുരുവിളയുടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ പിന്നെ ഈ പടം നിർമ്മിച്ചത് പ്രിയ. അതുകൊണ്ട് 2 വരി ഇവർക്ക് വേണ്ടി. ഓ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയ പ്രാണനിലുണരും ഗാനം, അറിയാതെ ആത്മാവിൽ ചിറകുകുടഞ്ഞോരഴകി. ഓ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയ പ്രാണനിലുണരും ഗാനം. ഈ പടത്തിൻ്റെ വിജയത്തിൽ അത്യധികം സന്തോഷിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു. താങ്ക് യു. MG ശ്രീകുമാർ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വേദിയിൽ തന്നെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഞ്ജു ചേച്ചിയെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഞ്ജു ചേച്ചി എന്ത് സുന്ദരിയാണ് അല്ലേ? എന്ത് രസം കാണാൻ. ആ ഹെയർ സ്റ്റൈലും ആ ക്യൂട്ടായിട്ടുള്ള മുഖം അല്ലേ? ചേച്ചി എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? പറഞ്ഞില്ല. ഓക്കെ, നല്ല മനസ്സാന്ന് പറയാ ചേച്ചി. മലയാളത്തിലെ ഒരുപാട് സ്ത്രീകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എന്താണ് മഞ്ജു ചേച്ചിയുടെ സൗന്ദര്യം? ഇപ്പം പലരും ചോദിക്കാറുമുണ്ട് എന്താണ്. അതെ, അങ്ങനെയല്ല, എല്ലാവരും പറയുന്നുണ്ടല്ലോ മഞ്ജു ചേച്ചി അങ്ങോട്ട് പോകുന്നവർ ചെറുതായി കുഞ്ഞായി വരുവാണ്. നോക്കിയേ എന്ത് ക്യൂട്ടായിട്ട് കുട്ടിയായിട്ട് ഇരിക്കുന്നതെന്ന് അല്ലേ? ഒരുപാട് സന്തോഷം. മഞ്ജു ചേച്ചി ഈ വേദിയിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ, ഈ നിലവിലൊക്കെ ഒരുപാട് ചിത്രങ്ങളിൽ മഞ്ജു ചേച്ചി അഭിനയിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നാൽ താൻ കേസോട് എന്ന സിനിമയെ എങ്ങനെ നോക്കിക്കാണണം? ഈ ഒരു മാറ്റത്തെ ഒരുപക്ഷെ മലയാളത്തിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമായിരുന്നു എന്നാൽ താൻ കേസോട്. എന്നാൽ താൻ കേസോട് എന്തായാലും സിനിമ നന്നായിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. പല കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിവ് തെളിയിച്ച ഒരു സംവിധായകനാണ് രതീഷ്. അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചാക്കോച്ചൻ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതിൽ വളരെ മിടുക്കനാണ്. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമ കണ്ടത്. ചാക്കോച്ചനോടൊപ്പം തന്നെ എന്നെ അതിൽ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊരു വളരെ സാമൂഹിക പ്രസക്തിയുള്ളൊരു പ്രമേയം തിരഞ്ഞെടുത്തതും അതത്ര വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എത്രയോ അധികം കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ അത് ആ സിനിമയിൽ കൺവേ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടത് അതിൽ ഓരോ അഭിനേതാവിൻ്റെയും പ്രകടനം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. അതിലൊരുപാട് മുഖങ്ങൾ എനിക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പല സിനിമകളിലും ഇതിനു മുമ്പ് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് സാറിനെയൊക്കെ, തൊണ്ടി മുതലിലും ഒക്കെ അല്ലേ. അതേപോലെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത പ്രകടനങ്ങൾ ആ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റി. വളരെ ഫ്രഷായിട്ടുള്ള മുഖങ്ങളായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു പരിചയക്കുറവോ ഒന്നും തോന്നാതെ അത്രയും രസകരമായിട്ടാണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചത് എനിക്ക് വലിയൊരു സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം രതീഷിനോടൊപ്പം ചാക്കോച്ചനോടൊപ്പം ഒക്കെ ഇതേപോലെ നല്ല സിനിമകൾ ഇവരൊന്നിച്ചും ഞാൻ ഉൾപ്പെട്ടും ഒക്കെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ പ്രത്യേകിച്ച് സന്തോഷേട്ടനും എല്ലാവരും ഇപ്പോഴും ഒരു ഘടകം മാത്രം നന്നായത് കൊണ്ട് ഒരിക്കലും ഒരു സിനിമ വിജയിക്കില്ല. എല്ലാ ഘടകങ്ങളും ഒരേപോലെ ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള വിജയം എല്ലാ അർത്ഥത്തിലും പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായിട്ടും പ്രേക്ഷകരുടെ പിന്തുണയും അഭിപ്രായവും എല്ലാം ഒരേപോലെ കിട്ടി ഇങ്ങനെ വിജയം ആഘോഷിക്കാൻ സാധിക്കുന്ന സിനിമകൾ ഇപ്പോഴത്തെ കാലത്ത് കുറവാണ്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ അഭിനന്ദനം. താങ്ക് യു. ചേച്ചിനെ ഈ വേദിയിൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി 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 സന്തോഷം. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു തമിഴ് സിനിമയുടെയാണ്. മലയാളത്തിൽ ഉടനെ ഇല്ല, 1-2 മാസം കഴിഞ്ഞിട്ട് ആയിഷയുണ്ട്, വെള്ളരിപ്പട്ടണമുണ്ട്. അത് ഈ വരുന്ന മാസങ്ങളിൽ റിലീസാവും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എക്സൈറ്റഡായിട്ട്. ഞാനും അതെ. താങ്ക് യു. അപ്പം നമുക്ക് വിളിക്കാം. ആരെയാണെന്നറിയോ? നമ്മുടെ ഈ മൂവിയുടെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സർ. പ്രിയപ്പെട്ട രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സാർ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗായത്രി ശങ്കർ. മിസ് ഗായത്രി ശങ്കർ. ഈ സിനിമയിലെ എഡിറ്റർ മനോജ് കണ്ണൂർ. ഈ സിനിമയുടെ ചിത്ര സംയോജനം നിർവഹിച്ച പ്രിയപ്പെട്ട എഡിറ്റർ മനോജ് കണ്ണൂർ. മനോജ് കണ്ണൂർ. വേദിയിലേക്ക് സ്വാഗതം. അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊരു അഭിനയ പ്രതിഭ. ഒരുപക്ഷെ മലയാളത്തിൽ നിന്നും ഉത്തരേന്ത്യൻ സിനിമകളിലേക്കും ഒരുപാട് വെബ് സീരീസിലേക്കൊക്കെ ചേക്കേറിയ നമ്മുടെ പ്രിയപ്പെട്ട നായകൻ നീരജ് മാധവ് സർ. വേദിയിലേക്ക് സ്വാഗതം. Let's welcome our charming star Neeraj Madhav on set. ഒരുപാട് സന്തോഷം. സിനിമ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഒരു എക്സ്പീരിയൻസ്, ഒരു അഭിനേതാവ് എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഇതിലേക്ക്? എനിക്ക് തിയേറ്ററിൽ മിസ് ചെയ്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ആളുകളെ കയറ്റിയ ഒരു പടം എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ OTT വന്നതിന് ശേഷമാണ് കണ്ടത്. എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്ന ഒരു സന്തോഷം നോർത്ത് കേരളയിലേക്കുള്ള ഒരു സ്ലാങ്ങും ആ ജോഗ്രഫിയൊക്കെ സിനിമകളിൽ ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ഞാൻ ശരിക്കും ഒറിജിനലി എൻ്റെ അച്ഛൻ്റെ സ്ഥലം കണ്ണൂർ, കാസർഗോഡിന് അടുത്തായിട്ട് ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമം. അപ്പോൾ എനിക്ക് ഈ സ്ലാങ് ഒക്കെ ഭയങ്കരമായിട്ട് ഇതിന് മുന്നേ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ പടത്തിൽ, അതിന് ശേഷം ഈ പടത്തിൽ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, ഞാനിന്ന് ഇവിടെ വന്ന് ഞാൻ ഒരുപാട് ഫംഗ്ഷനിൽ പോകാറില്ലെങ്കിലും ചാക്കോച്ചൻ എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് പേരുടെ ഒരു സൗഹൃദ വലയമുണ്ട്. അതിനകത്ത് ഒരു ഈസ് ലൈക്ക് എ ബിഗ് ബ്രദർ ടു മീ. അപ്പം ലൈക്ക് ഈ പടത്തിൽ എനിക്ക് ചാക്കോച്ചനായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ദാറ്റ് വാസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ബ്യൂട്ടിഫുൾ മൂവി, അമേസിങ് കാസ്റ്റ്. ഇതുപോലുള്ള സിനിമകൾ ഇനിയും സംഭവിക്കേണ്ട ഒരു ഭാഗമാകും. ഫാമിലി മാൻ എന്ന വെബ് സീരീസിൽ താങ്കൾ ഒരു കാസർഗോഡുകാരനായിട്ടാണ് വേഷമിട്ടത്. അപ്പോൾ കാസർഗോഡുകാരുടെ അഭിനയ രീതികളൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി? അതിനകത്ത് ആക്ച്വലി നമ്മൾ സ്ലാങ് അത്ര എക്സ്പ്ലോർ ചെയ്തില്ല. കാരണം ഹിന്ദി ഇതായതുകൊണ്ട് ന്യൂട്രൽ മലയാളം പഠിച്ചാൽ മതി എന്നായിരുന്നു. എനിക്ക് വേണമെങ്കിൽ പറയാൻ ശ്രമിക്കാമായിരുന്നു, പക്ഷേ മലയാളം ഡയലോഗുകൾ കുറവായതുകൊണ്ട് അത് പറയാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക്
ഇനിയൊരു മലയാളം സിനിമയിൽ ആ സ്ലാങ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഒരു പക്ഷേ കൂടുതൽ അറിയുന്നൊരു ഭാഷ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ഒക്കെയാണ്. സോ ഒരു നോർത്ത് മലബാർ അല്ലെങ്കിൽ ഒരു നോർത്ത് കേരള ബേസ് ചെയ്തൊരു സിനിമയിൽ ഉപയോഗിക്കണം എന്ന് ഫ്യൂച്ചറിൽ ആഗ്രഹമുണ്ട്. താങ്ക് യു സർ. ഈ സിനിമയുടെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത കാസ്റ്റിംഗ് ഡയറക്ടർ, ഒരുപക്ഷെ സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ, എനിക്ക് തോന്നുന്നു ഏകദേശം 3000-ലധികം ആൾക്കാരെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഇത്രയും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതൊരു വലിയ പ്രയത്നം തന്നെയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ചിത്രം ഒരുക്കാൻ അതിൻ്റെ കാസ്റ്റിങ്ങിനെ കണ്ടെത്തിയ പ്രിയപ്പെട്ട കാസ്റ്റിംഗ് ഡയറക്ടർ, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട രാജേഷ് മാധവനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജേഷ് മാധവനുള്ള ഉപഹാരം നൽകുവാൻ വേണ്ടി പ്രിയപ്പെട്ട നീരജ് മാധവനോട് രാജേഷ് മാധവനോട് ഒരു ചോദ്യം. ഇത്രയും ഒരുപാട് പുതുമുകളുടെ ഇതിലാണ്, വലിയൊരു ടാസ്ക് ആയിരുന്നു ഇത്. എന്തായിരുന്നു ഈ ഒരു വലിയൊരു ടാസ്കായിരുന്നു, വലിയൊരു നിരനെ കണ്ടെത്തേണ്ടി വന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഭവം. പിന്നെ നീണ്ടു നിന്നൊരു പ്രോസസ്സായിരുന്നു. പിന്നെ എന്താ, നമുക്ക് അങ്ങനെ വലിയ മെയിൻ കാസ്റ്റിലേക്കൊക്കെ കുറേ ആൾക്കാർ വേണമായിരുന്നു. അപ്പോൾ അത്രയും വലിയ റോളുകൾ അഭിനയിക്കാൻ പുതിയ ആൾക്കാരെ കണ്ടെത്താൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തൊരു സ്ഥലമായതുകൊണ്ട് അത്രയും അധികം ആൾക്കാർ അവിടെ ഉണ്ട്. ഇനിയും അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന അത്രയും ആൾക്കാർ കാസർഗോഡ് ഭാഗത്തുണ്ട്. പിന്നെ വന്നവരെല്ലാവരും നന്നായി ചെയ്തിട്ട് സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണിത്. പിന്നെ ചാക്കോച്ചൻ അതിൻ്റെ കൂടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയതോ ബെസ്റ്റ് പെർഫോമൻസുകളിലൊന്ന് ചെയ്തു. അപ്പോൾ അതും നമുക്ക് ഗുണമായി. അത്രയാണ് കാസ്റ്റിംഗ്. പ്രീ ഷൂട്ടിൽ ചാക്കോച്ചൻ ചെയ്ത കഥാപാത്രത്തെ അവതരിപ്പിച്ച് രാജേഷ് മാധവനാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഥാപാത്രം ചെയ്തപ്പോൾ ചാക്കോച്ചൻ ചെയ്ത് കാണുമ്പോൾ അത് എങ്ങനെയായിരുന്നു അനുഭവം? ഞാനത് അങ്ങനെ അത് രണ്ടും വർക്കാണ്. അപ്പോൾ എനിക്കത് ചാക്കോച്ചൻ ചെയ്ത് കാണുമ്പോൾ ഞാൻ വേറെ തന്നെയാണ് കണ്ടത്. ഞാൻ ചെയ്തതുപോലെയല്ല. പിന്നെ എന്താ, ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് എന്താണോ തോന്നിയത് എന്നുള്ളത് പോലെയല്ല ചാക്കോച്ചൻ ചെയ്ത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അത് വേറെ തന്നെയാണ്. അതെ, അത് രണ്ടും രണ്ട് കാര്യമാണ്. എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടത്. താങ്ക് യു രാജേഷ് മാധവ്. ഒരുപാട് സന്തോഷം ഈ വേദി വന്നതിനും അതുപോലെ ഈ വേദി ധന്യമാക്കിയ. താങ്ക് യു നീരജ് മാധവ് സർ. താങ്ക് യു. അടുത്തതായിട്ട് പുതിയൊരു അഭിനയ ചക്രവർത്തിയെ സമ്മാനിച്ച ഈ താരോദയത്തെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ചാക്കോച്ചൻ. ചാക്കോച്ചൻ, ഈ സിനിമയിൽ അഭിനയം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരു മേക്ക് ഓവർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ദേവദൂതർ എന്നുള്ള പാട്ട് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു അതിലെ സ്റ്റെപ്പും അതിലെ ആ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ഒരു മുമ്പൊരിക്കൽ ഔസേപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, താളബോധമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ സ്റ്റെപ്പ് മാറ്റിയിടാൻ പറ്റില്ല. കാരണം ആ താളബോധം ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഡാൻസിൽ കളിക്കും. അത്രയും മികച്ചൊരു പെർഫോമർ, മികച്ചൊരു ഡാൻസർ ചാക്കോച്ചൻ എങ്ങനെ തൻ്റെ താളബോധത്തെ മറന്നുകൊണ്ട് ആ ഡാൻസിലേക്ക്, ആ ടിപ്പിക്കൽ സ്റ്റെപ്പുകളിലേക്ക് എങ്ങനെ ചലിച്ചു എന്നുള്ളതാണ് ശരിക്കും അത്ഭുതം. ഇത്രയും മനോഹരമായിട്ട് ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ എങ്ങനെയാണ് സാധിച്ചത്? സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. അതിന് പ്രധാന കാരണക്കാരൻ ആ കസേരയിലെ കാലിന്മേൽ കാലി കയറ്റിയിരിക്കുന്ന ആ മനുഷ്യനാണ്. ആ മനുഷ്യനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ. ആ ഡാൻസിന്റെ സ്റ്റെപ്പ് ഇട്ട് വരണം, അതാണ് അതിൻ്റെ ഒരു പഞ്ച്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹവും. കാരണം സാധാരണ നമുക്കറിയാം കലാകാരന്മാർ പൊതുവെ, പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സ്,
അല്പം സ്വല്പം ഈഗോ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രതീഷ് ആദ്യമായിട്ട് കഥ വന്ന് പറഞ്ഞു എനിക്കത് വർക്കൗട്ട് ആയില്ല, ഒരു ദാക്ഷിണ്യമില്ലാതെ ഞാൻ പുള്ളിയോട് ശരി പിന്നെ കാണാം എന്ന് പറയുന്നു. പുള്ളി പോയിട്ട് അത് ഏറ്റവും നല്ലൊരു പടമായിട്ട് തെളിയിച്ചിട്ട് തിരിച്ച് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടാ ഇപ്പോൾ എന്നുള്ള ലൈനിൽ ഇരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിക്കുന്നു, എന്നാൽ പിന്നെ ഒന്നിങ്ങോട്ട് വന്ന് ഒരു 2-3 നല്ല കഥകൾ പറയുകയാണെങ്കിൽ നന്നാവും എന്ന് പറയുന്നു. അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ, കാരണം പുള്ളി നോക്കുമ്പോൾ ഞാൻ ഒരു ഉളുപ്പുമില്ലാതാണ് പുള്ളി വിളിക്കുന്നത്, എന്നാൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. പക്ഷേ നമ്മളത് നല്ല സിനിമകൾ വേണമെന്നാഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു വൈബ് ചിലപ്പോൾ അവിടെ വർക്കൗട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും വരികയും എന്നാത്താൻ കേസോട് എന്ന സിനിമയുടെ കഥ പറയുകയും. അപ്പോഴും എനിക്ക് അധികം വർക്കൗട്ടായിട്ടില്ലായിരുന്നു, പക്ഷേ ഒരു മുൻ അനുഭവം ഉള്ളതുകൊണ്ട് ഇതെന്തായാലും അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ യാതൊരു രീതിയിലും അതിന് ഒരു കോട്ടം തട്ടാതെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു സിനിമയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലെ കൊടുമൺ രാജീവനും അതേപോലെ തന്നെ സിനിമയിൽ ആദ്യമായിട്ട് മുഖം കാണിച്ച എല്ലാവരെയും ആ കഥാപാത്രങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരവാദി ഈ നിൽക്കുന്ന മെലിഞ്ഞ മനുഷ്യൻ തന്നെയാണ്. സോ താങ്ക് യു ഡിയർ. ഈ ഒരു നല്ല സിനിമയും നല്ല കഥാപാത്രവും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെയും മലയാള സിനിമയ്ക്ക് തന്നതിനും അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ. പ്രത്യേകിച്ചും ഒരിടക്കാലത്തിന് ശേഷം മലയാള സിനിമയിൽ വലിയ പടങ്ങൾ മാത്രമേ ഓടുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ ഗ്രാൻഡുള്ള പടങ്ങൾ, ഒരുപാട് സ്റ്റാർ കാസ്റ്റുള്ള പടങ്ങൾ, മാസ് ആക്ഷൻ പടങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ അന്യഭാഷ സിനിമകൾ, ഒരു വലിയ ഗ്രാൻഡുള്ള സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ മാത്രമേ തിയേറ്ററുകൾ ഓടുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എല്ലാ ആൾക്കാരുടെയും പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് അങ്ങനെ അധികം ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത, അധികം മാസ് പരിപാടികളില്ലാത്ത, അധികം ബഹളങ്ങളില്ലാത്ത ഒരു സിനിമ ആയിട്ട് തിയേറ്ററിലേക്ക് വരുമ്പോൾ, പക്ഷെ വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയ ബഹളങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ബഹളങ്ങൾ മീൻസ് ഒരു വൈറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ സംഭവിച്ചു. എൻ്റെ പേര് ഉൾപ്പെടെ ഒരു സിനിമയുടെ ടൈറ്റിലാണ് ഏറ്റവും ആദ്യം പ്രേക്ഷകരെ ആ സിനിമയിലേക്ക് ആകർഷിക്കുന്നത്. എന്നാത്താൻ കേസുകൂട് എന്ന ആ ഒരു ടൈറ്റിലോട് തന്നെ ദൈവം സഹായിച്ച് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. പ്രേക്ഷകരിലേക്ക് ഒരു വലിയൊരു ലിങ്ക്, ഒരു കണക്ഷൻ ആ ടൈറ്റിലൂടെ കിട്ടി. അതിനുശേഷം ഈ സിനിമയിൽ ഇറങ്ങിയ ഓരോരോ മെറ്റീരിയൽസ് ആൾക്കാരിലേക്ക് എത്തിയിട്ടുള്ള പോസ്റ്റേഴ്സ് ആണെങ്കിലും, അതിൻ്റെ പ്രൊമോ മെറ്റീരിയൽസ് ആണെങ്കിലും, ടീസർ ആണെങ്കിലും, ട്രെയിലർ ആണെങ്കിലും, അതിൻ്റെ പാട്ടുകളാണെങ്കിലും, അതെല്ലാം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പലരും ഇതിപ്പോൾ ഇറക്കിക്കഴിഞ്ഞാൽ ശരിയാവും, ഇത് ഇന്ന സിനിമകളുടെ കൂടെ ഇറക്കിക്കഴിഞ്ഞാൽ ഇത് ഓടുമോ എന്നുള്ളതെല്ലാം സിനിമയിലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പണ്ഡിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയുകയുണ്ടായി. പക്ഷേ അൾട്ടിമേറ്റ്ലി സിനിമ നമുക്ക് ആർക്കും ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു 4 വിജയങ്ങൾ അടുപ്പിച്ച് ചെയ്തിട്ടുള്ള ആൾ ചിലപ്പോൾ വിചാരിക്കും ഇതാണ് സക്സസ് ഫോർമുല എന്നുള്ളത്. പക്ഷെ പിന്നീട് ഒരു 5 പരാജയങ്ങളായിരിക്കും പുള്ളിയെ ഫേസ് ചെയ്യുക. അപ്പോൾ അയാൾ വിചാരിക്കും ദൈവം ഇത് എന്താ പരിപാടി, എന്താ സംഭവിക്കുന്നത്, എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയും ക്രിയേറ്റിവിറ്റിയുടെ വേറൊരു രീതി, ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വലിയ സ്റ്റാറിൻ്റെ ആവശ്യമില്ല, വലിയ ബഡ്ജറ്റുകളുടെ ആവശ്യമില്ല, ഒരു നല്ല പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ തിയേറ്ററുകളിലേക്ക് വീണ്ടും വീണ്ടും ആൾക്കാരെ കൊണ്ടുവരും, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെയും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും വീണ്ടും വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്നാത്താൻ കേസോട്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചില്ല ആസ് എൻ ആക്ടർ ആൻഡ് ഓൾസോ ആസ് എ കോ പ്രൊഡ്യൂസർ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി. അതിന് രതീഷിനോടും സന്തോഷേട്ടനോടും കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും മുന്നിട്ടും പിന്നിട്ടും കൂടെയും ഒപ്പം നിന്ന് എല്ലാവരോടും പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രോഗ്രാം വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് മുതിരുന്നില്ല. ഇവിടെ വന്ന മനസ്സുകൊണ്ടും എല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഒരുപാട് സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട്. സിനിമയിലുള്ളവരും സിനിമയുടെ പുറത്തുള്ളവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അപ്പം ഇത് ഒരു സന്തോഷം പങ്കുചേരലാണ്. ഇത് ഒരു ആഹ്ലാദ പ്രകടനം എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒരു വലിയ റിലീഫും ഒരു വലിയൊരു സന്തോഷവും നിങ്ങളോടൊപ്പം സിനിമയിൽ പ്രവർത്തിച്ച ആൾക്കാരോടൊപ്പം പ്രത്യേകിച്ചും പങ്കുവയ്ക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം, നന്ദി. ഉദയ പിക്ചേഴ്സ് അല്ലെങ്കിൽ കുഞ്ചാക്കോ പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ തിയേറ്ററിക്കൽ സിനിമയാണ്. അപ്പോൾ അതിൽ ഇത്രയും വലിയൊരു വിജയം തന്നതിന് എല്ലാവരോടും നന്ദി പറയാണ്. സിനിമയെ വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ സിനിമയിൽ 25-ാം വർഷത്തിലും സിനിമയുടെ നിർമ്മാതാവുമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നടൻ എന്ന രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരോടും നന്ദി പറയാണ്.
ഇറ്റ്സ് എ സ്പെഷ്യൽ മോമെൻറ്റ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ദാറ്റ്സ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പം എനിക്ക് പരിചിതമല്ലാത്തൊരു ഭാഷയും പരിചിതമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിലൂടെ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അത് വലിയൊരു ആഗ്രഹത്തിന് പുറത്ത് സംഭവിക്കുന്നുണ്ട്. വലിയൊരു ആഗ്രഹവും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പ്രവൃത്തികളും കൂടെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ സിനിമയുടെ അകത്തും പുറത്തും, പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സൈഡിലുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ പറയാൻ എടുത്തവരാണെങ്കിലും രതീഷാണെങ്കിലും അല്ലെങ്കിൽ മഹേഷ് ആണെങ്കിലും സാനിചേട്ടനാണെങ്കിലും മിഥുനാണെങ്കിലും എല്ലാവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും എന്നെ അറിയാവുന്ന ആൾക്കാരും കൂടി ആകുമ്പോൾ എന്നെ പുഷ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെയല്ല നിൽക്കുന്നത്, കുറച്ചും കൂടെ മുമ്പോട്ട് ചാക്കോച്ച എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റുകൾ കൂടെയുള്ളത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനിയും നല്ല സിനിമകൾ നമ്മുടെ കൂട്ടായ്മയിലും ഒരുപാട് നല്ല ആൾക്കാരുടെ കൂടി പുതിയ ആൾക്കാരുടെ കൂടി എല്ലാം ഉണ്ടാകും എന്നുള്ള വിശ്വാസം ഒരു ഉറപ്പും എനിക്കുണ്ട്. കാരണം മലയാള സിനിമ ഇപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ഫേസിലൂടെ കിടക്കുകയാണ്. ഒരുപാട് പുതിയ സിനിമകളിലൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പുതിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് കൊടുക്കാനുമായിട്ടുള്ള ഒരു വലിയൊരു ഒരു ഹബ്ബായിട്ട് നമ്മുടെ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ഭാഗമാകാൻ സാധിക്കുന്നത് ഇറ്റ്സ് ഒരു വലിയൊരു അഭിമാനം തന്നെയാണ്. ആൻഡ് ഐ എം റിയലി ബ്ലെസ്ഡ് ടു ബി ഇൻ ദിസ് ഇൻഡസ്ട്രി ആസ് എൻ ആക്ടർ പ്രയോറിറ്റി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചാക്കോച്ച തിരുവനന്തപുരത്ത്. അടുത്തതായിട്ട് ഒരു ഉപഹാര സമർപ്പണമാണ്. ഹിറ്റുകളുടെ ഒരു നിര തന്നെ സമ്മാനിച്ച ഒരു നിർമ്മാതാവ്, എന്നാൽ താൻ കേസോടിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു, മാജിക് ഫ്രെയിംസിൻ്റെ ഡയറക്ടർ ലിസ്റ്റിൻ സ്റ്റീഫൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ സാർ, മാജിക് ഫ്രെയിംസ് എന്ന വിതരണ കമ്പനി, മലയാളത്തിലെ ഒട്ടുമിക്ക വിജയ ചിത്രങ്ങളും ഈ വിതരണ കമ്പനിയുടെ പേരിലാണ്. അദ്ദേഹത്തിനുള്ള ഉപഹാര സമർപ്പണം നടത്തുവാൻ വേദിയിലേക്ക് ഒരാളെ കൂടി ക്ഷണിക്കുകയാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ സന്തോഷ് ടി കുരുവിള സർ, പ്ലീസ് കം ഓൺ. പ്രൊഡ്യൂസർ സന്തോഷ് ടി കുരുവിള സാറും ചാക്കോച്ചനും ചേർന്ന് ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റിൻ സ്റ്റീഫന് സ്നേഹ ഉപഹാരം സമ്മാനിക്കുന്നു. Thank you, sir. This is a. ഒന്നുകൂടെ ഒന്ന് വരുമോ? Please come on, sir. This is എപ്പോഴും തിരക്കാണ്, ഫുൾ ബിസിയാണ് സാറേ. എന്നാലും ഞങ്ങൾ വിടൂല. ഈ ഒരു ഉപഹാര സമർപ്പണം അടുത്തായിട്ട് നൽകുന്നത് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ അവിഭാജ്യഘടകം, ഏതൊരു സിനിമയും ഉത്ഭവിക്കുന്നത് ഒരു പ്രൊഡ്യൂസറിലൂടെയാണ്. ഏതിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. ഒരു പ്രൊഡ്യൂസർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സിനിമ തുടക്കം കുറിക്കും. ആ സിനിമയുടെ ഏറ്റവും വലിയ നിർണായക ഘടകമായിട്ട് ഈ സിനിമയ്ക്ക് ജീവനാടിയായി പ്രവർത്തിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസർ സന്തോഷ് ടി കുരുവിള സാറിനുള്ള ഉപഹാര സമർപ്പണമാണ് വേദിയിൽ. അതിനുവേണ്ടിയിട്ട് ഈ സിനിമയുടെ വിതരണം നിർവഹിച്ച ലിസ്റ്റിൻ സ്റ്റീഫൻ സാർ, അതുപോലെ ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ച രതീഷ് ബാലകൃഷ്ണൻ പുതുവൾ സർ, അതുപോലെ ഈ സിനിമയുടെ നായകൻ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ സാർ എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തുകയാണ്. അടുത്തതായി ഇത്രയും ധീരമായിട്ടൊരു കഥാപാത്രത്തെ ഏൽക്കാനും ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭാവവ്യതിയാനങ്ങളോടുകൂടി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനും ആ സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ട് ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കാനും അതൊരു ലെജൻഡ്, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലെജൻഡ് ആക്ടർക്ക് മാത്രമേ സാധിക്കൂ. തൻ്റെ മാറ്റം ഈ സിനിമയിലൂടെ പുതിയൊരു മാറ്റത്തിലേക്ക് തിരിതെളിച്ച ആ മികച്ച നടൻ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹത്തിനുള്ള ഉപഹാര സമർപ്പണമാണ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. അദ്ദേഹത്തിന് ഉപഹാരം നൽകാൻ വേണ്ടി ഈ സിനിമയുടെ പ്രൊഡ്യൂസർ സന്തോഷ് ടി കുരുവിള സർ, വിതരണം ലിസ്റ്റിൻ സ്റ്റീഫൻ സർ, അതുപോലെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സർ എന്നിവരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ, നമ്മളെയൊക്കെ രോമാഞ്ചം കൊള്ളിക്കുന്ന കഥാപാത്രങ്ങൾ ഈ നടൻ്റെതായി എത്തുമെന്ന് ഉറപ്പ്
ഉറപ്പാണ് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങൾ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ, ഞങ്ങൾ കാത്തിരിക്കുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചതാണ്. അതിൽ ആദ്യത്തെ ആണ് നമ്മുടെ വാവാ സുരേഷ് എന്ന പാമ്പ് ഒക്കെ പിടിക്കുന്ന വാവാ സുരേഷിന് വീട് വെക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയുടെ ചെക്ക് അഭയം ചാരിറ്റി ഫൗണ്ടേഷന് വേണ്ടി കൊടുക്കുകയാണ്. അത് ഏറ്റുവാങ്ങാൻ അഡ്വക്കേറ്റ് ജയപ്രകാശ് ഇവിടെയുണ്ട്. അദ്ദേഹം വാവാ സുരേഷിന് വേണ്ടി മലയാളികൾ ഇന്നോളം കണ്ടതിൽ വെച്ച് സേവന രംഗത്ത് തൻ്റേതായിട്ടുള്ള പര്യായം ചേർത്ത മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് വാവാ സുരേഷ്. അദ്ദേഹത്തിൻ്റെ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയുള്ള ധനസഹായം എന്നാ താൻ കേസുകൂടെ എന്ന സിനിമയുടെ വിജയത്തിൻ്റെ ഒരു പങ്ക് നൽകുകയാണ് സന്തോഷ് ടി കുരുവിള സാർ, STK ഫ്രെയിംസിൻ്റെ ബാനറിൽ, ഉദയ പിക്ചേഴ്സിൻ്റെ ബാനറിൽ. അതോടൊപ്പം സന്തോഷ് ടി കുരുവിള സാർ പഠിച്ച കോളേജ് ബെസോലിയസ് കോളേജ് അലുമിനി അസോസിയേഷൻ്റെ ഭാഗമായിട്ട് കോളേജിലേക്കൊരു ആംഫി തിയേറ്റർ സ്പോൺസർ ചെയ്യുകയാണ്. ആംഫി തിയേറ്റർ ചെയ്യാൻ വേണ്ടി 5 ലക്ഷം രൂപയുടെ ചെക്ക് TU ജോൺ സാർ, എൻ്റെ സീനിയറാണ്, കോളേജിൻ്റെ പഴയ കൗൺസിലറാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നടത്തുന്നത് കാസർഗോഡ് ആണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന അവരുടെ പുനരധിവാസത്തിന് വേണ്ടി STK ഫ്രെയിംസിൻ്റെ വകയായിട്ട് 2.5 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്നതാണ്. ചാക്കോച്ചൻ അദ്ദേഹത്തിൻ്റെ വീതമായിട്ട് 5 ലക്ഷം രൂപ കൊടുക്കുന്നതാണ്. താങ്ക് യു. ഇനി നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ. ഇല്ല സർ, കാരണം ഇത്രയും നല്ലൊരു അഭിനയ പ്രതിഭയെ ഞങ്ങൾക്ക് സമ്മാനിച്ച ഏറ്റവും മികച്ച മലയാളം കണ്ട ഏറ്റവും വലിയ അഭിനയ പ്രതിഭ, അഭിനയ ചക്രവർത്തി, അഭിനയ കുല പ്രതിഭ ശ്രീ കുഞ്ചാക്കോ ബോബന്, സംവിധാന സിംഹമേ. പോരെ. Great sir, thank you very much. ഒരുപാട് സന്തോഷം. എന്ത് മനോഹരമായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു അത്ഭുത നായിക തന്നെയാണ് ഗായത്രി ശങ്കർ. ഈ സിനിമയിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത്, അതുപോലെ ഈ സിനിമയിലെ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ഡയറക്ടറിന് വിശക്കുന്നുണ്ട്. ഓക്കെ, നോ. സോ എനിക്ക് ഈ മൂവി വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, സ്ക്രിപ്റ്റ് ഇഷ്ടമായി, എൻ്റെ മലയാളിയാണ്, പാതി മലയാളിയാണ്, അതറിയില്ല. എൻ്റെ ഫസ്റ്റ് മലയാളം മൂവി. സോ എനിക്ക് കുറച്ച് നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന്. എനിക്ക് കിട്ടിയ ആക്സെപ്റ്റൻസ് സ്നേഹം എനിക്ക് അത് കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി. മൂവി റാൻ ഫോർ 50 days. സോ the general acceptance for the movie itself was very nice. And ഇത്രയും നല്ല ഒരു ടീം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ചാക്കോച്ചൻ, ഡയറക്ടർ, ക്യാമറാമാൻ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. രാജേഷ് മാധവനും ശരി, എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ, സ്പോട്ടിലിരുന്ന് എനിക്ക് പഠിപ്പിച്ചിരുന്നു എല്ലാവരും. സോ വളരെ ഫ്രണ്ട്ലി ആയിട്ടും നന്നായിട്ടും
ആ പോസിറ്റീവ് എനർജിയാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. വെരി ഹാപ്പി. ഈ ഒരു സിനിമ കണ്ടപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആരും വിളിച്ച് അഭിനന്ദനം അറിയിച്ചോ? അതുപോലെ എന്തായിരുന്നു അവിടുത്തെ ഒരു റിയാക്ഷൻ? എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഡയലോഗായിരുന്നു പാതി കുണ്ടി പോച്ചും. വിജയ് സേതുപതി സർ എന്നും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നായികയായിട്ട് ഒരുപാട് ചെയ്തല്ലേ? വിജയ് സേതുപതി സർ. ഓക്കെ, ഒരുപാട് സന്തോഷം.